Star with RJ Sean. Ustad Hotel, Ustad is here with me. He is Mr. Gopi Sundar. Welcome back to the show. Yes, I'm here. ഇത് ക്ലബ് FM Star Jam. ഉസ്താദ് ഹോട്ടലിൽ ഓരോ സോങ്സിന്റെ ബിറ്റ് കേൾപ്പിക്കാൻ പോണേ ഞാൻ. Okay. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ പോണേ. Okay. മ്യൂസിക് ഡയറക്ടർ, ആർ യു റെഡി? Yes, I'm ready. इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है. ഈ ഡയലോഗ് ഒന്ന് പറയാവോ? इस दुनिया में जन्नत है तो वो बस यही है, यही है, यही है. ഏതാണത് ആ ജന്നത്ത് ലൈഫിൽ? Life my jannat is my kids. കിഡ്സ് ആണ് എന്റെ ജന്നത്ത് ഫീൽ ചെയ്യാനുള്ള കാരണം. The world is so beautiful. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട് സ്പെൻഡ് ചെയ്യാൻ. പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒരു ബിസി ഷെഡ്യൂളിലും ഞാൻ പ്രോഗ്രാമർ ആയിരിക്കുമ്പോഴും അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം. ഒരാളുടെ ലൈഫ് സ്വർഗ്ഗമാക്കണമെങ്കിൽ, ജന്നത്താക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ജോലി പാഷനേറ്റ് ആയിട്ട് ഇങ്ങനെ വഴിതെറ്റി പോകാതെ, അതായത് എനിക്ക് ആഗ്രഹം എന്താണോ അതേ വഴിക്ക് തന്നെ സഞ്ചരിക്കുകയും നമ്മുടെ മനസ്സ് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഓരോ സുലൈമാനിയിലും മൊഹബത്ത് വേണമെന്നാണ് ഇതിൽ തിലകൻ എന്ന ഉസ്താദ് പഠിപ്പിക്കുന്നത്. സത്യമാണോ? തീർച്ചയായിട്ടും. സുലൈമാനി മാത്രമല്ല, നമ്മൾ കാണുന്ന എല്ലാത്തിലും, നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഓരോ ചിന്തയിലും മൊഹബത്ത് വേണം. മ്യൂസിഷ്യൻ ആയിരിക്കണമെങ്കിൽ. മ്യൂസിക്കിൽ ലവ് ചേർന്ന് കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം ഉണ്ടാകുന്നത്? മ്യൂസിക് ലവ് ചേർന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നമ്മുടെ മ്യൂസിക് കേൾക്കും, അല്ലെങ്കിൽ കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോങ് നമ്പർ 2. അപ്പങ്ങളെമ്പാടും മുറ്റയ്ക്കു ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനി ഒന്ന് പാടി. വട്ടായിപ്പോയി വട്ടായിപ്പോയി. ടെൽ മീ, ഗോപി എപ്പോഴാണ് ലൈഫിൽ വട്ടായി പോയിട്ടുള്ളത് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത്? ഇതുവരെ കമ്പോസ് ചെയ്തിട്ട് അങ്ങനെ വട്ടായൊന്നും പോയിട്ടില്ല. ഒരുപാട് ബാക്കിയുള്ള മ്യൂസിക് ഡയറക്ടറിനൊക്കെ പ്രോഗ്രാമിംഗ് സെഷനൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വട്ടായി പോയിട്ടുണ്ട്. നമ്മളുടെ ഇഷ്ടമല്ല അവിടെ വലുത്, വേറൊരാൾക്ക് എന്താണ് ഇഷ്ടം, അവരുടെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ നമുക്ക് പലതും ചെയ്യാൻ തോന്നും. ഏതെങ്കിലും ആള് ചെയ്യുന്ന കണ്ടിട്ട് ഇയാൾക്ക് വട്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ മ്യൂസിക് ചെയ്യുന്ന കണ്ടിട്ട്? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. ആർക്കത്? അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല. ഒരു പടത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, ഓ ഗോഡ്, ദാറ്റ് ആർട്ടിസ്റ്റ് പെർഫോംഡ് സോ വെൽ, വി ക്യാൻ കീപ് എ സൈലൻസ് ദെയർ. പക്ഷെ ഒരു തരത്തിലും മ്യൂസിക് ഡയറക്ടർ അവിടെ സൈലൻസ് ഇടാൻ സമ്മതിക്കത്തില്ല. ഫുൾ ഫ്ലെഡ്ജ് അവിടെയൊക്കെ ഇങ്ങനെ വായിക്കാൻ പറയുമ്പോൾ അപ്പൊ ഞങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യും, സാർ ഈ ഒരു സീനിൽ ഇത്രയും ബഹളം വേണോ എന്ന് നോക്കുമ്പോൾ, ഇല്ല ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് അവിടെ മുഴുവൻ കുത്തി നിറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് മോനെ, ഞാൻ എങ്ങനെയെങ്കിലും ഈ റീലൊന്ന് അടിച്ചു തീർത്തിട്ട് നമുക്ക് അടുത്ത പണിക്ക് പോകണ്ടേ മോനെ, വേഗം പരിപാടി തീർക്കട കുട്ടാ എന്ന് പറഞ്ഞു വിടുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. കുട്ട എന്ന് വിളിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ് ഉള്ളത്. ക്ലബ് FM, സ്റ്റാർ ജാം, ടൺ കണക്കിന് ഫൺ. AK-47 മിസ്റ്റർ Gopi Sundar here. മ്യൂസിക് ഡയറക്ടർ, ആർ യു റെഡി? Yes, I'm ready. ഇതിൽ എത്ര സ്റ്റാർ കൊടുക്കും? 5 പോയിന്റ് സ്റ്റാറിൽ റേറ്റ് ചെയ്യുക ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. മലയാളത്തിലെ ഒരു ഫേമസ് ഗായകൻ വൈദിസ് കൊലവരി മോശമാണ് എന്ന് പറയണ്ടായി. According to me, വൈദിസ് കൊലവരി നിറയെ സ്റ്റാർസ്, ഇനി ഒരു 10-30 സ്റ്റാർ എടുത്തോ. എനിക്ക് വൈദിസ് കൊലവരി അങ്ങനെ മോശമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് വൈദിസ് കൊലവറിനേക്കാൾ വൃത്തിയായിട്ട സോങ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദിസ് കൊലവരി ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വെൽ, ഉസ്താദ് ഹോട്ടലിന്റെ മ്യൂസിക് ഡയറക്ടറിന്റെ ക്വസ്റ്റ്യൻ, ആക്ച്വലി മ്യൂസിക്കിൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ എന്താ? ദി ബെസ്റ്റ്, വാദ്യ വിശാരദ എന്നൊക്കെ പറഞ്ഞ ഒരു പട്ടങ്ങളൊക്കെ കൊടുക്കില്ല. അതുപോലെ ഒരു എന്റെ ഒരു അറിവനുസരിച്ച് അതങ്ങനെ ഒരു പട്ടമാണെന്നാണ് എൻ്റെ ഒരു ഗവൺമെന്റ് കൊടുക്കുന്നതായിരിക്കും ഉസ്താദ്. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് നമ്മളൊരാളെ ഉസ്താദ്, നിങ്ങളൊരു ഉസ്താദ്, ഇത് ഒരു കാര്യം ചെയ്യുന്നതിൽ നിപുണൻ, അതിനേക്കാൾ ഉപരി വേറെ ആർക്കും ചെയ്യാൻ കഴിയാത്ത. ഗോപി സുന്ദറിന്റെ കണക്കിൽ മ്യൂസിക്കിൽ ഉസ്താദ് ആരാണ്? റഹ്മാൻ സാർ, എന്താ നമ്മുടെ എല്ലാവരെയും കണ്ട ദൈവം, അദ്ദേഹമാണ് റിയൽ ഉസ്താദ് എന്ന് എനിക്ക് ഇപ്പോഴത്തെ ഒരു കാലയളവിൽ പറയാൻ പറ്റും. പാട്ട് പാടുന്നതിൽ ആരാണ് ഇന്ന് ഇന്ത്യയിൽ ഉസ്താദ്? മെയിൽ സിംഗർ ദാസടൻ തന്നെ. ഫീമെയിൽ ഐ ഫീൽ ശ്രേയ ഘോഷാൽ. ശ്രേയ ഘോഷാലാണ്. ശ്രേയ ഘോഷാൽ, ബിക്കോസ് ഒരു പല സിംഗേഴ്സും പാടുന്നുണ്ട്, പക്ഷേ ശ്രേയ ഘോഷാൽ പാടുമ്പോൾ ഫിനിഷ് നമുക്ക് കിട്ടുന്നത് വളരെ അപൂർവമാണ്. ശ്രേയ ഘോഷാലിന് മലയാളം ഇപ്പോൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. എല്ലാ സിനിമയിലും ഒരു ശ്രേയ ഘോഷാൽ സോങ് ഷുവർ ആണ്. Is that a good practice? That is not a good practice. എനിക്ക് സത്യം പറഞ്ഞ മോണോട്ടണസ് ആക്കി തുടങ്ങി. അതെ, ഒരേ കറിയന്നെ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടല്ലേ. ഒരു വെറൈറ്റി വേണ്ടേ? എല്ലാ പടത്തിലും ഒരു പാട്ട് വെച്ച് ഇങ്ങനെ ശ്രേയ ഘോഷാൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു സിംഗറായാലും, ശ്രേയ ഘോഷാൽ എന്നല്ല ഏതൊരു സിംഗർ, ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കും ഞാൻ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം വെരി മോണോട്ടണസ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇനി? കുറച്ചാൾ പാടാനിരിക്കുക. മലയാളത്തിൽ വേറെ ഇഷ്ടംപോലെ ലാംഗ്വേജ് ഉണ്ടല്ലോ പാടാൻ. ശ്രേയോട് പറഞ്ഞിട്ടുണ്ടോ നേരിട്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞു? ശ്രേയന് എന്നോട് സംസാരിക്കാം എന്ന് പറഞ്ഞു അതിനെ പറ്റി. അതെ. എന്താ പറഞ്ഞു ശ്രേയടുത്ത്? ഞാൻ പറഞ്ഞു, ഇത് ഒരുപാട് പാട്ടുകൾ ശ്രേയയുടെ വരുന്നുണ്ട്, സോ ഇറ്റ് ബിക്കംസ് എ മോണോട്ടണസ് ബിക്കോസ് പീപ്പിൾ വാണ്ട് ചേഞ്ചസ്. ഞാനൊരു പേര് പറയും, ഇവരൊക്കെ കമ്പനിയാണോ എന്ന് പറയണം. നല്ല കമ്പനിയാണോ അതോ ചെറിയ കമ്പനിയാണോ എന്ന് പറയണേ. ദീപക് ദേവ് നല്ല കമ്പനിയാണ്. അൽഫോൺസ് ജോസഫ് നല്ല വെരി ഗുഡ് കമ്പനി. സ്റ്റീഫൻ ദേവസി നല്ല കമ്പനി. അൽഫോൺസ് ഇസ് ലൈക്ക് മൈ ബ്രദർ, ഓൺ ബ്രദർ. സ്പിരിറ്റ് കഴിക്കാറുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ മലയാളിയല്ലേ. സ്പിരിറ്റ് അകത്ത് ചെന്നാൽ സംഗീതം വരും? ഒരിക്കലും ഇല്ല. സ്പിരിറ്റിന്റെ മ്യൂസിക്കിനായിട്ട് ഒരു ബന്ധമില്ല. ഇല്ല. താങ്ക് യു സോ മച്ച്. ടൺ കണക്കിന് ഫൺ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, വാതിലിൽ
വാതിലിൽ കാതോർത്തു നീ നിന്നിലേ. ഹായ്, ദിസ് ഇസ് ഗോപി സുന്ദർ. ഇത് ക്ലബ് FM സ്റ്റാർ ജാം. ഗോപി എപ്പോഴെങ്കിലും ലൈഫിൽ ഒന്ന് ലവിന്റെ കാര്യത്തില്, രണ്ട് കരിയറിന്റെ കാര്യത്തില് ആരുടെയെങ്കിലും വാതിലിന് മുന്നിൽ പൊട്ടി നിന്നിട്ടുണ്ടോ? എനിക്ക് ദൈവം സഹായിച്ചത് അങ്ങനെ മുട്ടി കണ്ട ഒരു അവസരം വന്നിട്ടില്ല. അതായത് എന്റെ ഫാദർ നേരെ ഔസബൻ സാറിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന സ്ഥിതിക്ക് എനിക്കൊരു എൻട്രിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഔസബൻ സാറിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു അവസരം കിട്ടി. പിന്നെ നമ്മുടെ ഡെഡിക്കേഷൻ മൂലം നമ്മളവിടെ നിൽക്കുന്നത് മണിക്കൂറുകൾ കണക്കിന് നിൽക്കാൻ തുടങ്ങി. ഒരു സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഹയൻ വന്നാൽ പോകില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്ന അവസരം വരെ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ലവിന്റെ കാര്യത്തിൽ വാതിൽ പോയി മുട്ടിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ മുട്ടിയിട്ടുണ്ട്. ഷാരൻ തുറന്നു കണ്ടിട്ടില്ല. ഇല്ല, തുറക്കാത്ത വാതിൽ എന്നും അടഞ്ഞു കിടക്കുകയാണ്. എങ്ങനെ മുട്ടുന്നത്? ഗോപിയുടെ ലവിന്റെ കാര്യത്തിൽ വാതിൽ മുട്ടുന്ന സ്റ്റൈൽ എങ്ങനെയാണ്? ഞാൻ അടിച്ച് പൊളിക്കാറാണ് പതിവ്. എങ്ങനെ ഗോപി അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ കൊച്ചിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഡയറക്റ്റായിട്ട് നമ്മൾ ചോദിക്കും. അങ്ങനെ ഒരു മടിയൊന്നുമില്ല. ഒന്ന് പറയൂ, ഫസ്റ്റ് വാതിലിന് മുട്ടിയ ആദ്യത്തെ കഥ. ആദ്യമായി വാതിൽ മുട്ടി ഞാൻ മിക്കി മൗസിന്റെ പടമൊക്കെ വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഒരു പ്രണയ ലേഖനമൊക്കെ എഴുതി. അതിന് മുകളിൽ ഇത് ലവ് ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈറ്റിലൊക്കെ കൊടുത്തു. മിക്കി മൗസിന്റെ പടമൊക്കെ വരച്ച് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കൊണ്ട് കൊടുത്തു. ആ കുട്ടി എന്നെ ഓടിച്ചിട്ട് അടിക്കാൻ വന്നു. അത് ഞാൻ പറഞ്ഞ വാലടിച്ച് പൊളിച്ചോണ്ട് വരുന്നു ഇങ്ങോട്ട്. ഇപ്പൊ ചാൻസിന്റെ കാര്യം പറഞ്ഞപ്പോ ഗോപിയുടെ വാതിലിലെ ചാൻസ് ചോദിച്ചപ്പോ എത്ര പേര് മുട്ടുന്നുണ്ടോ? ഒരുപാട് പേര് മുട്ടുന്നുണ്ട്. റിയാലിറ്റി ഷോ പാസ് ഔട്ട്സ് ആണോ? റിയാലിറ്റി ഷോ ഒരു പാസ് ഔട്ട് ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. റിയാലിറ്റി ഷോയിൽ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് വേറൊരാൾ പാടിയ പാട്ട് കേട്ട് പഠിച്ച് അത് സെറോക്സ് കോപ്പി ആയിട്ട് തിരിച്ചു വീണ്ടും പാടുന്നു. അവിടെ ഒന്നും അവർ ഫേസ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. നമ്മളൊരു പുതിയ പാട്ട് കൈ കൊടുത്ത് അവരെങ്ങനെ അത് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. അവരെല്ലാവരും ട്രെയിൻ ചെയ്യുന്നത് ഗാനമേളയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്ലേ ബാക്ക് സിംഗിങ്ങിന് വേണ്ടിയാണ് ഇവരെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് തെറ്റിപ്പോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരാരും വേറൊരാൾ പാടി കേട്ട പാട്ട് കേട്ടിട്ടല്ല ഇവരാരും പാടാൻ പോകുന്നത്. അവിടെ വേറെ വല്ലവരും പാടിക്കേട്ട പാട്ട് അതുപോലെ പാടി ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ട് അവർക്ക് നന്നായിട്ട് പാടുന്നവരെ കണ്ടെത്തി അവർക്ക് പുതിയ മ്യൂസിക് ഡയറക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ച് അവർ പ്ലേ ബാക്ക് സിംഗേഴ്സ് ആക്കിക്കൂടാ? എന്തിന് ഈ മാർക്ക് ലിസ്റ്റും ഈ പരിപാടികളും പ്രൈസ് സ്റ്റേജുകൾ എല്ലാം എന്തിനാണ്? ഇതൊരു ബിസിനസ് ആണോ അതോ ആ കുട്ടികളുടെ ഭാവി ഉദ്ദേശിച്ചാണോ? ഭാവി ഉദ്ദേശിച്ചാണെങ്കിൽ തെറ്റിപ്പോയെന്നാണ് എന്റെ അഭിപ്രായം. കോപ്പി സുന്ദർ ഹിയർ. ഫൺ. Star Jam with RJ Sean. ഇന്നത്തെ സ്റ്റാർ ജാമിന്റെ ഹീറോ ഗോപി സുന്ദറാണ്. ഞാൻ ഹീറോയിലെ 1-2 ട്രാക്ക് പ്ലേ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. നേരോ 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 ഞാൻ കണ്ട കനവോ ആരോ. നേര് പറയണം. വർഷം തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. ഈ 6 മാസത്തിനകത്ത് എത്ര പാട്ട് പൊക്കി? ഈ വർഷത്തിൽ ഞാൻ ഒരു പാട്ട് പൊക്കിയിട്ടുണ്ട്. ഏതാത്? ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ അതിലെ ഒരു ടൈറ്റിൽ മ്യൂസിക്, അതിലൊരു ടൈറ്റിൽ ട്രാക്ക്. ബട്ട് ഓൺലി ദാറ്റ് തീം ഓൺലി ഐ ലിഫ്റ്റഡ്. അതെവിടുന്നാ ലിഫ്റ്റ് ചെയ്ത്? അതൊരു ഇംഗ്ലീഷ് പടത്തിന്റെ ഒരു തീമാണ്. ഇനിയിപ്പോ നമ്മൾ അടിക്കാൻ പോകുന്ന കോപ്പി പോലും റെഫറൻസ് എടുത്ത് തരും നമ്മുടെ പിള്ളേർ. അത്ര അഡ്വാൻസ്ഡ് ആണ്. ലിഫ്റ്റ് കൊടുക്കുന്നതും ലിഫ്റ്റ് എടുക്കുന്നതും റൈറ്റോ റോങ്ങോ? ആക്ച്വലി റോങ് ആണ്. ആക്ച്വലി അങ്ങനെ എടുക്കരുത്. എന്റെ അഭിപ്രായം എടുത്തതിന് ഇതിനുള്ള ആൻസർ എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന് പൂർവികന്മാരോട് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തിലോട്ട് കടക്കാതിരിക്കും നല്ലത്. അതായത് ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. ഇതൊന്നും നമ്മൾ വേണമെന്ന് വെച്ചിട്ടില്ല. ഇതൊരു ലിഫ്റ്റിംഗ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡസന്റ് മീൻ ലൈക്ക് വി ആർ നോട്ട് കേപ്പബിൾ ടു ഡു. അത്ര എനിക്ക് പറയാനുള്ളൂ. അതായത് ഇത് നമ്മളുടെ കഴിവുകേട് കൊണ്ടല്ല നമ്മൾ കോപ്പി അടിക്കുന്നത്. ഈ ഇടയ്ക്ക് റിയാലിറ്റി ഷോയിൽ MG ശ്രീകുമാർ പറയുന്നത് കേട്ടു. അതായത് ഇതുപോലെ പൂർവികന്മാർ ഒരുപാട് കോപ്പി അടിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ AR റഹ്മാൻ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പേര് വരെ കോട്ട് ചെയ്തു. കീർത്തനങ്ങൾ എന്നാണ് പലരും എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ആക്ച്വലി കീർത്തനങ്ങളൊക്കെ എടുക്കുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. എല്ലാം ഇൻസ്പിറേഷൻ. അന്ന് എടുക്കാം യൂട്യൂബിൽ നിന്ന് വേറെ ഒന്നും ഇല്ലല്ലോ. അന്ന് കീർത്തനങ്ങളല്ലേ ഉള്ളൂ. അന്ന് യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവര് അവരുടെ കീർത്തനങ്ങളിൽ നിന്ന് എടുത്തു. അന്ന് അവർക്ക് ഈ ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ടേക്ക് ഫ്രം ദിസ്. നെക്സ്റ്റ് സോങ്. മായാതെ ഓർമ്മയിൽ നീയേ മായാതെ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയാമോ? യുവർ ട്രൂ ലവ് സ്റ്റോറി. അങ്ങനെ ആരുമില്ല. എങ്കിലും നുണ എന്നെ ഇട്ടിരുന്നോട്ടെ. പെൺകുട്ടിയുടെ പേരൊന്നും പറയണ്ട. പിന്നെ ലവ് സ്റ്റോറി മാത്രം. സ്റ്റോറി മാത്രം. അങ്ങനെ നിങ്ങൾ സ്റ്റോറി ആയിട്ട് വിളിക്കണ്ട. ട്രാജിക് സ്റ്റോറി ഉണ്ടായിട്ടുണ്ടോ ഗോപിയുടെ ലൈഫിൽ? ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും ലൈഫിലും ഉണ്ടാവുന്ന പോലെ തന്നെ. പൊട്ടിപ്പാളിച്ചായി. പിന്നെ പൊട്ടിപ്പാളിച്ചായിരുന്നു. അയ്യോ, എന്തുണ്ടെങ്കിലും തുറന്നു പറയണം. അല്ലെങ്കിൽ ആകെ സീനോട്ടെ ഈ തുറന്നു പറയാത്തതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ തുറന്നു പറയാതിരിക്കും. ആണോന്ന് എന്നോട് ചോദിക്കരുത് ഷാൻ. Next song number 3. It's Casanova. മനോഹര തീരമേ മധുമധുര വിമോഹന നേരമേ മനോഹരി മാറുടെ സുരസുഖമറിയാനൊരു യാമമേ.
ഗോപി റിയൽ ലൈഫിൽ കാസനോവയാണോ? ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ എനിക്ക് ആകാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് വാട്ട്സ് യുവർ കോൺസെപ്റ്റ് അബൌട്ട് വിമൻ? കാസിനോവായിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാസിനോവ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം സ്ത്രീകളുടെ രഹസ്യം സൂക്ഷിക്കാൻ കഴിയുന്നവൻ. ആ ഒരു രഹസ്യം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അവനിൽ നിന്ന് അത് ചോർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അവൾ. മനസ്സിലായില്ലേ? ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയോട് രഹസ്യം പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി അത് വേറെ ആൾ പോകും. ഏതൊരു പുരുഷനാണോ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ രഹസ്യം സൂക്ഷിക്കാൻ കഴിയുന്നത്, അവരെല്ലാവരും കാസിനോവയാണ്. എനിക്ക് വയ്യ. യു ആർ സിംപ്ലി സൂപ്പർ. ക്ലബ് FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. അങ്ങനല്ല, ഇത് ക്ലബ് FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ.